എരുമേലിയിൽ നിന്നും ഏകദേശം 40 കിലോമീറ്ററാണ് ശബരിമലയിലേക്കുള്ള പരമ്പരാഗത കാനനപാത വഴി നടന്നു പോകാനുള്ള ദൂരം. എരുമേലി, പേരൂർത്തോട്, കോയിക്കക്കാവ്, ഇരുമ്പൂന്നിക്കര, അരശുമുടിക്കോട്ട, കാളകെട്ടി, അഴുതക്കടവ്, കല്ലിടാംകുന്ന്, ഇഞ്ചിപ്പാറക്കോട്ട, ചീനിത്താവളം, മുക്കുഴി, വള്ളിത്തോട്, വെള്ളാരം ചിറ്റ, കൂട്ടക്കല്ല്, പുതുശ്ശേരിമല, കരിയിലാന്തോട്, കരിമല, വലിയാനവട്ടം, ചെറിയാനവട്ടം വഴിയാണ് പമ്പയിലെത്തുന്നത്. ഇവയിൽ ഓരോ സ്ഥലത്തിനും ഓരോരോ പ്രാധാന്യങ്ങളും ഓരോരോ ദേവതാ സങ്കല്പങ്ങളും ഒക്കെയുണ്ട്. കഥകളനുസരിച്ച് അയ്യപ്പസ്വാമി തന്റെ സൈന്യവുമായി ഉദയനൻ എന്ന കാട്ടുകൊള്ളക്കാരന്റെ ഓരോ കോട്ടകളും കീഴടക്കിക്കൊണ്ട് കടന്നുപോയ അതേ പാത. വനത്തിനുള്ളിൽ 7 കോട്ടകളുണ്ട്. കോട്ടപ്പടി, കാളകെട്ടി, ഇഞ്ചിപ്പാറക്കോട്ട, കരിമല, ശബരിപീഠം, ശരംകുത്തിയാൽച്ചൂട്, 18-ാം പടി. ശരിക്കും ചരിത്രവുമായി ഒത്തുനോക്കിയാൽ ഒരു ദിഗ്വിജയ പുറപ്പാട് തന്നെയാണ് ഇതുവഴിയുള്ള ശബരിമല യാത്ര. അമ്പലപ്പുഴ ആലങ്ങാട് സംഘവും കൊച്ചുകടുത്തയുമൊക്കെയായി മണികണ്ഠസ്വാമി നടത്തിയ അതേ പടപ്പുറപ്പാട്. പടയോട്ടത്തിനിടയ്ക്ക് സൈന്യം വിശ്രമിക്കുന്ന സ്ഥലങ്ങളെ പണ്ട് ഇടത്താവളങ്ങൾ എന്നാണ് വിശേഷിപ്പിക്കാറ്. എരുമേലി മുതൽ പമ്പ വരെയുള്ള ഓരോ വിശ്രമ സ്ഥലങ്ങളെയും ഇടത്താവളങ്ങളെന്ന് പറയുന്നത് ഈ ഒരു ചരിത്രത്തിന്റെ ചുവട് പിടിച്ചു തന്നെയാണ്. 41 ദിവസത്തെ കഠിന വ്രതമെടുത്ത് കൊടുംകാട്ടിലൂടെ ഇരുമുടിക്കെട്ടുമേന്തി നഗ്നപാതരായി കല്ലും മുള്ളും ചവിട്ടി പ്രകൃതി അറിഞ്ഞുകൊണ്ട് സഞ്ചരിച്ച് നമ്മുടെ സകല അഹങ്കാരങ്ങളും സകല പാവങ്ങളും പമ്പയിലൊഴുക്കി 18-ാം പടിയും കടന്ന് സന്നിധാനത്തിലേക്കെത്തുക. Download ShareChat.